ചില ക്രിപ്റ്റോയിൽ കാരണം പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ തൈ ബോണിൽ നിന്ന് ഷിൻ ബോണിലേക്ക് കണക്ട് ചെയ്ത് പോകുന്ന ഒരു ഒരു ലിഗമെന്റ് ആണ് ACL എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദന വരാം. അതേകണക്ക് തന്നെ ഒരു പൊട്ടലോ ഒഴിവോ ചതവോ അങ്ങനെ എന്തെങ്കിലും കാരണം മുട്ടിനാണ് സംഭവിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദന വരാം. ഫ്രാക്ചേഴ്സ് കോമൺ ആണ്. മെനിസ്കസ് ടീറോ കൊണ്ട് മുട്ടുവേദന വരാം. നമ്മുടെ മെനിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിനിടയിൽ ഈ ഷോക്ക് അബ്സോർബർ പോലെ ഇരിക്കുന്ന ഒരു കാർട്ടിലേജ് ആണ്. അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദന സംഭവിക്കാം. അതേപോലെ തന്നെ ബെർസൈ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലിക്വിഡ് ഫിൽഡ് സാക്ക് നമ്മുടെ ഒട്ടിനകത്തുണ്ട്. ആ ബെർസയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷനോ ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദന വരാം. അതേ കാണുന്ന തന്നെ പട്ടുതാ ടെർണൈറ്റിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് വളരെ കോമൺ ആണ്. ഈ പട്ടുകളുടെ അകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ടെൻഡോൺ ഉണ്ട്. ആ ടെൻഡോൺ എനിക്ക് ഇൻഫ്ലമേഷൻ സംഭവിക്കുകയാണെങ്കിൽ മുട്ടുവേദന വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. പിന്നെ അതേപോലെ ഒരു സംഭവമാണ് എന്തെങ്കിലും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, പൊടി ആരെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, ബോണിൽ തീരുന്ന ഒരു പീസ് ഓടിക്കുക ആ പട്ടയൊക്കെ അതിരിക്കും, മുട്ടിനകത്തിരിക്കുക പറഞ്ഞാൽ മുട്ടുകാര് വരും. അതേപോലെ ഏതെങ്കിലും ഒരു പോയി ഉള്ളിൽ കയറി കല്ലോ മണ്ണോ വീഴ്ചയിൽ സംഭവിച്ചിട്ടുണ്ട് അകത്ത് കയറി അവിടെ നമുക്ക് മുട്ടുകാര് വരും. അത് വളരെ കോമൺ ആയിട്ട് വരുന്ന സംഭവം. പിന്നെ IT പാൻ സിൻഡ്രോം എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. ഇടുപ്പിന്ന് നമ്മുടെ ചെറുവാണിയിലേക്ക് പോകുന്ന ഒരു കട്ടി കൂടിയ ഒരു ഫൈബ്രസ് കണ്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ബോണിലേക്ക് ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടി യൂസ് ചെയ്ത സംഭവം. പക്ഷെ അതിനെന്തെങ്കിലും ഇൻഫ്ലമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദന വരും. മുട്ടിന്റെ ചിരട്ട തെന്നി പോകുന്നതുകൊണ്ട് ഡിസ്ലൊക്കേഷൻ സംഭവിക്കുകയാണെങ്കിൽ മുട്ടുവേദന വരും. ഉപ്പുറ്റിക്കോ ഇടുപ്പിനോ എന്തെങ്കിലും വേദന വന്നിട്ട് നമ്മൾ നടക്കുന്നതുകൊണ്ട് വ്യത്യാസം വരുവാണെങ്കിൽ മുട്ടുവേദന വരും. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമുക്ക് വളരെ ആയിട്ട് കാണുന്ന ടീമായ മുട്ടുവേദന ഉണ്ടാവാം. ആ ബോധം കൊണ്ട് വരാം. അതേപോലെ നമ്മുടെ ഗൗട്ടി ആർത്രൈറ്റിസ് ഏതെങ്കിലും ഒരു ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അതിനകത്ത് ക്രിസ്റ്റൽസ് പോകാം, യൂറിക് ആസിഡ് വന്നിട്ട് ക്രിസ്റ്റൽസ് പോകാം, അങ്ങനെ കുത്തിക്കയറ്റി വേദന വരും. സെപ്റ്റിക് ആർത്രൈറ്റിസ് കൊണ്ട് വരാം. സെപ്റ്റിക് ആർത്രൈറ്റിസ് അത് മുട്ടിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നു, ഒരു അണുബാധ ഉണ്ടായി കഴിഞ്ഞിട്ട് മുട്ടുവേദന വരാം. പിന്നെ പട്ടലോ ഫീമറൽ പെയിൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് മറ്റേ അത്ലറ്റ്സിലേക്ക് ഉള്ളൊരു കാര്യം. അത്ലറ്റ്സ് ഒരുപാട് ഓടുന്നുണ്ട്, ആ ഭാഗത്ത് കുറച്ച് ഒരയിലൊക്കെ ഉണ്ടായിട്ട് ഒരസിലൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന വേദനയാണ് പട്ടലോ ഫീമറൽ പെയിൻ എന്ന് പറയുന്നത്. ഓസ്കുൻ ഷെൽട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. വളരെ കോമൺ ആയിട്ട് കൊച്ചുകുട്ടികളിലാണ് ഉണ്ടാവുന്നത്. അത് കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഏജ് ആയിട്ടുള്ള ആളുകൾ. അപ്പം അവർക്ക് വളർച്ചയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അധികമായി വളരുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് സ്പെർ വന്നിട്ട് കുത്തിക്കയറി വേദന വരും. ഇതൊക്കെയാണ് നോർമലി നമുക്ക് കാണാൻ എനിക്കറിയാത്തതായിട്ടുള്ള കുറച്ച് മുട്ടിൻ്റെ പ്രശ്നങ്ങൾ.